നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇന്ദിരാമ്മ പറഞ്ഞു, അതെ ഇനിയിപ്പൊ പെൺകുട്ടി ഏതാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കല്യാണം നടത്തണം, അത് മതി. അത് കേട്ട് കഴിഞ്ഞപ്പം രാജശ്രീക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അല്ല ഇനിയിപ്പൊ പെൺവീട്ടുകാർക്ക് സമ്മതം അല്ലെങ്കിൽ ഞാൻ പോയി സംസാരിച്ച് അവരെ കൊണ്ടൊക്കെ സമ്മതിപ്പിച്ചോളാം. പെൺകുട്ടിക്ക് ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ധർമ്മന്റെ കല്യാണത്തിന് ശേഷം വേണം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അലോകിന്റെ കല്യാണം നടത്തണം. അനന്തം പറഞ്ഞു, അത് ശരിയാമ്മേ. ഇനിയിപ്പൊ എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നേ? അല്ല നിങ്ങളൊക്കെ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോന്ന് ചോദിക്കണം. അപ്പോഴേക്കും അനന്തം പറഞ്ഞു, അത് പിന്നെ അമ്മേ, ആ സമയത്താണ് അലോക് അങ്ങോട്ടേക്ക് വരുന്നേ. അലോകനെ കണ്ടു കഴിഞ്ഞപ്പോ ഇന്ദിരാമ്മ എന്നിട്ട് പറഞ്ഞു, ഹമ്പട കള്ള, നീ പണി പറ്റിച്ചല്ലേന്ന് ചോദിക്കുക. എന്താ അച്ഛമ്മേ? നിനക്കൊരു പെൺകുട്ടി ഇഷ്ടമല്ലേ? കാര്യങ്ങളൊക്കെ അറിഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം. അത് കേട്ടപ്പം അലോകിന്റെ മുഖമൊക്കെ അങ്ങോട്ട് വിടർന്നു. അല്ല പെൺകുട്ടി ഏതാടാ മോനെ എന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛമ്മേ, ഇനിയിപ്പോ ഏതാണെങ്കിലും പ്രശ്നമില്ല. അല്ല പെൺകുട്ടിയുടെ ഫോട്ടോ മറ്റോ നിന്റെ കയ്യിലുണ്ടോ? ഒരു നിമിഷം രാശ്രീ കണ്ണുകൊണ്ട് കാണിച്ചു. കാണിക്കരുതെന്ന് പറയാണ്. അതെന്റെ അച്ഛമ്മ ഈ ഫോണിനകത്തില്ല, മറ്റേ ഫോണിനകത്താ. ഓ ആണോ? എന്നാല് കുഴപ്പമില്ല, പിന്നെ കാണിച്ചാ മതി. നമുക്ക് അടിപൊളിയായിട്ട് ആ വിവാഹം കൂടെ നടത്തണം. എനിക്ക് ഇപ്പോഴാ ഒരു സമാധാനമായത്. എല്ലാം നല്ല മംഗളകരമായിട്ട് നടന്ന് കിട്ടിയാൽ മതിയായിരുന്നു അന്നൊക്കെ അച്ഛൻ പറയണം. അപ്പോഴേക്കും നന്ദിനി ചോദിച്ചു, അമ്മ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുക. അതെ രാവുകാലം ഒന്ന് കഴിഞ്ഞോട്ടെ, ഒരു 2 മിനിറ്റ്, അതിനുശേഷം നമുക്ക് ഇറങ്ങാന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ റെഡിയായിട്ട് ഇരിക്കുകയാണ്. അതേസമയം ദേവമംഗലത്തെ ധർമ്മനും ഒരുക്കൊണ്ടിരിക്കുകയാണ്, ആര്യനും ആകാശും ആനന്ദവും ഒക്കെ. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, ഇതങ്ങോട്ട് സെറ്റായില്ല, ഒരു ഗുമ്മ കിട്ടുന്നില്ല എന്ന് പറയണം. എടാ ഇതൊക്കെ മതി എന്ന് പറയണം. പിന്നെ ഇതങ്ങ് ശരിയായില്ല എന്ന് പറയണം. അപ്പോഴേക്കും ആനന്ദ് വന്നിട്ട് പറഞ്ഞു, അതെ വെറുതെ മാമന്റെ കോൺഫിഡൻസ് കളയണ്ട, മാമ ഇപ്പൊ നല്ല ലുക്കായിട്ടുണ്ട്. ആര്യം പറഞ്ഞു, നമുക്ക് ഈ മുടിയൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടേ ഫുൾ മുട്ടയാക്കിയിട്ട് ബുൾഗാനം വെച്ചാൽ ഇത്രയുടെ ഭംഗി ഉണ്ടായിരിക്കും മാമനെ കാണാനായിട്ട്. ആനന്ദ് പറഞ്ഞു, ഒന്ന് പോടാ അവിടുന്ന് എന്നൊക്കെ പറയാണ്. ആ സമയം ധർമ്മം പറഞ്ഞു, എടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെന്താ? എന്റെ സ്വപ്നത്തിൽ എന്തെങ്കിലും ഒരുത്തൻ കയറി വന്നു. കയറി വന്നോ? അത് ഞാനും എൻ്റെ ഭാവി വധുവായിട്ട് ഡാൻസ് കളിക്കണ സമയത്ത് അതിനിടയ്ക്കേക്ക് ഒരുത്തൻ കയറി വന്ന് ഡാൻസ് കളിക്കുന്നു. ഒരുത്തനോ? ഏതാ അവന്? അവന് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് പിടുത്തം വന്നില്ല എന്ന് പറയണം. അത് കേട്ടപ്പോൾ ആകാശ് ചോദിച്ചു, വെളുപ്പാങ്കാലത്താണോ സ്വപ്നം കണ്ടേ? അതെ വെളുപ്പാങ്കാലത്താ കണ്ടേ. അങ്ങനെയാണോ മാമ? സൂക്ഷിച്ചോ, മാമ മുമ്പ് കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞവനെ? ഇല്ല കണ്ടിട്ടില്ല. പണിയാണ്. സ്വപ്നത്തിൽ അങ്ങനെ ഒരു സ്വപ്നത്തിൽ അങ്ങനെ ആള് വന്നിട്ടുണ്ടെ പ്രശ്നമാണല്ലോ, അതും മാമിയുടെ കൂടെ. മാമിയോ? അതാരാ? അല്ല മാമൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. മാമിയോ ഭൂമിയൊന്നും വേണ്ട. എടാ ചേച്ചിന്ന് നീയൊക്കെ വിളിച്ചാൽ മതി. ചേച്ചിയെങ്കിൽ ചേച്ചിയുടെ കൂടെ വന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ട്, അത് അത്ര ശരിയായിട്ടുള്ള ഡാൻസ് അല്ലല്ലോ. ആ സമയം ആനന്ദ് പറഞ്ഞു, ദേ മാമന്റെ വെറുതെ നിങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് കൺഫ്യൂഷൻ ആക്കല്ലേ, ചുമ്മാ ഇവന്മാരെ തള്ളുന്ന മാമ, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. ഇപ്പോഴാ എനിക്കൊരു സമാധാനം വരെ. ഞാനും കൂടി പേടിച്ചു പോയി. സ്വപ്നത്തിലാണെങ്കിലും എനിക്കങ്ങ് സഹിച്ചില്ലടാ. നമ്മുടെ പെണ്ണിനോടൊപ്പം മറ്റൊരുത്തം വന്ന് ഇന്ന് ഡാൻസ് കളിക്കുന്ന ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ധർമ്മം പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ ബാക്കി എല്ലാരും കൂടെ ചിരിച്ചു. കുറച്ച് കഴിയുമ്പോ അച്യുതന്റെ അടുത്തേക്ക് അനന്തം വന്നു. അനന്തം വന്നിട്ട് ചോദിച്ചു, അല്ല കല്യാണക്കാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞു അലോകിന്റെ. പെണ്ണാരാ? ഇനിയിപ്പൊ അനുശ്രീ എങ്ങനെ കണ്ടുവച്ചിട്ടാണോന്ന് ചോദിക്കുക. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, പെണ്ണ് ഏതായെങ്കിലും എന്താ, അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ അനന്തേട്ടൻ ചിന്തിക്കുക പോലും വേണ്ട. കല്യാണം അതിഗംഭീരമായിട്ട് നടത്താനായിട്ട് കൂടെ നിൽക്കണം, ഒന്നിനും ഒരു കുറവും വരില്ല. ഈ കാണിക്കുന്നതൊക്കെ എന്തിനാന്നറിയാലോ, അവന്റെ നമ്മുടെ എല്ലാവരുടെയും നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. പിന്നെ കൂടുതലൊന്നും അനന്തം പറഞ്ഞില്ല. അനന്തം അങ്ങോട്ട് പോയി. ഈ സമയത്ത് ദേവമംഗലത്ത് ഒരുക്കത്തിന്റെ തിരക്കിലാണ് മിത്രയും മീനാക്ഷിയും ശ്രീദേവിയൊക്കെ. ശ്രീദേവി ഒരുങ്ങിയിട്ട് ഇങ്ങനെ കണ്ണാടിക്കകത്ത് ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുകയാണ്. ഇന്നത്തോടും കൂടിയുള്ള തന്റെ ജീവിതം ഇവിടെ. താൻ ഇവിടുന്ന് പോകണം. ഇനി അധിക സമയം തനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, തനിക്ക് ഇവരെല്ലാവരും നഷ്ടപ്പെടും. മിത്രയും മീനാക്ഷി ഇതൊന്നും അറിയുന്നില്ല. അവര് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങനെ ഒരുങ്ങുവാണ്. ഇച്ചിരി സമയം കഴിഞ്ഞ് ഇപ്പത്തേനും ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന ശ്രീദേവി കണ്ടു. ആ സമയത്ത് മീനാക്ഷി വന്നിട്ട് പറഞ്ഞു, അല്ല ഇതെന്താ ഇങ്ങനെ നിൽക്കണമെന്ന് നിൽക്കുക? എന്താ? അല്ല ഒരു സന്തോഷം ഇല്ലാതെ. ദേ മിത്ര ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു സന്തോഷം ഇല്ലാതെ നിൽക്കുന്ന ഇപ്പുണ്ടോ? ഇങ്ങനൊന്നും പറ്റില്ല. ദേ മാമന്റെ കല്യാണം നടക്കാൻ പോന്നെ, നമ്മളെല്ലാരും കൂടെ അടിച്ചു പൊളിക്കണ്ടല്ലേന്ന് ചോദിക്കണ്. ശ്രീദേവി പറഞ്ഞു, അടിച്ചു പൊളിക്കാലോ, പിന്നെ ഇങ്ങനൊന്നും അല്ല. ഈ മിത്രയെ നോക്കിക്കേ, ഈ മിത്രയ്ക്ക് ഇത് ഈ ഡ്രസ്സിനേക്കാളും നല്ലത് ചുരിദാറല്ലേന്ന് ചോദിക്കണം. അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, അത് പിന്നെ പറയാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? അല്ല ആരും നിന്നോടൊന്നും പറഞ്ഞില്ലേ മിത്രേ? ആര്യം പറഞ്ഞായിരുന്നു. എനിക്കറിയാം ആര്യം പറഞ്ഞു കാണുമായിരിക്കുന്നു. എന്നിട്ട് ശ്രീദേവിയുടെ മുഖം ഒന്നും തെളിയുന്നില്ല. ശ്രീദേവി ഇങ്ങനെ നിൽക്കുക. എന്താ ശ്രീദേവി ചേച്ചി ഇങ്ങനെ വല്ലാതെ ഡാർക്ക് അടിച്ച് നിൽക്കുന്നേ? ദേ
ഇങ്ങനെ വേണ്ട കേട്ടോ, ഇത് ശരിയാകത്തില്ല. ശ്രീദേവി വെച്ച് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രീദേവി പോയി ഇക്കിളി പൂട്ടുവാണ്. വാ മിത്രയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ മൂന്നുപേരും കൂടെ പൊട്ടിച്ചിരിക്കുകയാണ്. പിന്നീട് മിത്ര പറഞ്ഞു, ഈ സന്തോഷം എപ്പോഴും ഈ കുടുംബത്തിലുണ്ടായിരിക്കണം, ഇങ്ങനെ കളിയും ചിരിയും ഒക്കെ വേണം. അപ്പോഴേക്ക് ശ്രീദേവി മനസ്സിലോർത്തു, എൻ്റെ ഭഗവാനെ, ഇവർക്കറിയത്തില്ലോ തൻ്റെ അവസ്ഥ എന്താന്ന്. താൻ ഇന്നത്തോടും കൂടി ഇവിടെ ഉള്ളൂ, അതിനുശേഷം തനിക്ക് തൻ്റെ വീട്ടിലേക്ക് പോകണം. അതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീദേവിയുടെ കണ്ണ് നിറഞ്ഞു വന്നു. അപ്പോഴേക്കുമാണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത്. ഗോമതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മൂന്നുപേരും അന്തം വിട്ട് നോക്കി. ആഹാ, ഇതാര്? കാവിലെ ഭഗവതി നേരിട്ട് എഴുന്നള്ളി വന്നോ? റെഡ് കളർ സാരിയൊക്കെ ഉടുത്ത വെപ്പുമുടിയൊക്കെ വെച്ച് നല്ല ഭംഗിക്ക് ഒരുങ്ങി വന്നിരിക്കുന്നു. അത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, അതെ, എന്നെ നിങ്ങൾ അത്രയ്ക്ക് കളിയാക്കൊന്നും വേണ്ടാന്ന് പറയണ. കളിയാക്കാനോ? ഞങ്ങളുടെ അമ്മ നല്ല സുന്ദരി കുട്ടിയല്ലേന്ന് പറഞ്ഞ് മീനാക്ഷി അങ്ങോട്ട് വന്നു. വേണ്ട വേണ്ട, കൂടുതൽ സൂപ്പീരൊന്നും വേണ്ട. ആ സമയം എത്ര വെച്ചു, അല്ല അപ്പച്ച അതിസുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ, അതെന്താ നിങ്ങൾക്ക് മാത്രം ഒരുങ്ങിയാൽ മതിയോ? പിന്നെ എനിക്ക് ഒരുങ്ങണ്ടെന്ന് ചോദിക്കുക. ശ്രീദേവി എന്നിട്ട് ചോദിച്ചു, ആഹാ, അത് കൊള്ളാലോ, ഇതാരെ കാണിക്കാൻ വേണ്ടിയിട്ടാ ഇത്ര ഒരുക്കമൊക്കെ? അതെ, എൻ്റെ ബാലേട്ടനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ട്? അതെ, ഞാനിങ്ങനെ ഒരുങ്ങി കാണുമ്പോഴേ നിങ്ങളുടെ അച്ഛന് ഭയങ്കര സന്തോഷമാണ്. ഞാനിങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താണെന്നറിയാവോ, എന്നെ ആദ്യം കണ്ട പോലെ തോന്നുന്നുണ്ടെന്ന് ഇപ്പോഴും. അത് ശരിയാ, ഞങ്ങൾ തമ്മിൽ ആദ്യത്തെ ആ കൂടിക്കാഴ്ച അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞങ്ങളുടെ മനസ്സിൽ അതുകൊണ്ടല്ലേ ഇപ്പോഴും സ്നേഹമുള്ളത്, ഞങ്ങൾ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ഇതേ അപ്പച്ചി പറഞ്ഞ് കാട് കയറി പോകുന്നുണ്ടല്ലോ മീനാക്ഷി എന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ചിരിച്ചു. ഗോമതി പറഞ്ഞു, അതെ, അത്രയ്ക്ക് കളിയാക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, അതെ, എന്നും ഈ സന്തോഷം ഇങ്ങനെ തന്നെ നിലനിൽക്കണം. ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയും കണ്ടു പഠിക്കണം എന്നൊക്കെ ശ്രീദേവിയും പറഞ്ഞു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ധർമ്മൻ ദക്ഷിണയൊക്കെ കൊടുക്കണം ബാലിനും ഗോമതിക്കും ഒക്കെ. അങ്ങനെ ദക്ഷിണ കൊടുത്ത് എല്ലാവരും സന്തോഷിക്കുന്ന സമയത്ത് ധർമ്മന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ബാലൻ ചോദിച്ചു, എന്താടാ? അത് പിന്നെ എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. എന്തിന്? അല്ല, ഇതിനു മുമ്പ് കുറെ കല്യാണാലോചനയൊക്കെ വന്ന് എല്ലാം മുടങ്ങിപ്പോയതല്ലേ? വിവാഹ നിശ്ചയം വരെ ഓഡിറ്റോറിയം വരെ കാര്യങ്ങളൊക്കെ എത്തിയിട്ട് അവിടുന്ന് മുടങ്ങിപ്പോയില്ലേ? ഇതും അങ്ങനെ തന്നെ ആവുന്നൊരു പേടിയുണ്ട്. കാരണം നിങ്ങളൊക്കെ സങ്കടപ്പെടുന്ന കാണാൻ എനിക്ക് പറ്റില്ലാത്തോണ്ടാ. ഗോമതി പറഞ്ഞു, എന്തിനാടാ ധർമ്മം നീ ഇങ്ങനെയൊക്കെ പറയണേ? ഈ വിവാഹം മുടങ്ങാനൊന്നും പോകുന്നില്ല. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, ഇതേ മാമ, വെറുതെ നെഗറ്റീവ് അടിക്കരുത് കേട്ടോ. അല്ലടാ, എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം വിവാഹം മുടങ്ങുന്നതിനല്ല, പിന്നെ നിങ്ങളൊക്കെ സങ്കടപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ടാ. ബാലൻ പറഞ്ഞു, ഈ വിവാഹമൊന്നും മുടങ്ങാൻ പോകുന്നില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഇതേ ധർമ്മ, വെറുതെ ഓരോന്നൊക്കെ ചിന്തിച്ചു കൂട്ടില്ല കേട്ടോ. ഇനി കല്യാണം ആ ഒരു ഓർമ്മ വേണമെന്നൊക്കെ പറഞ്ഞ് ധർമ്മൻ എങ്ങനെ സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും ആകാശോട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സെൽഫി എടുക്കാന്ന് പറയണ. ദേ മാമന്റെ ബാച്ചലർ ലൈഫ് തീരാൻ പോവാ, നാളെ ഇത് എടുത്ത് നോക്കി കഴിയുമ്പോൾ മാമനത് മനസ്സിലാവുമെന്ന് പറയണ. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ദേ മാമനെ വെറുതെ കളിയാക്കില്ലെന്നൊക്കെ പറയണ. അങ്ങനെ എല്ലാവരും കൂടി സെൽഫി എടുക്കുന്ന സമയത്ത് ശ്രീദേവി ആനന്ദങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പോഴേക്കും മീനാക്ഷി വന്നിരിച്ചു, അല്ല ശ്രീദേവി ചേച്ചി വീട്ടിലല്ലേ? അത് പിന്നെ എങ്കിൽ പിന്നെ എന്തിനാ മാറി നിൽക്കുന്നത്, ഇങ്ങോട്ടൊക്കെ വന്ന് കയറി നിൽക്കാനും പറഞ്ഞ് ആ കയ്യെ പിടിച്ച് വലിക്കുകയാണ്. പിന്നീട് ആനന്ദനോട് ചോദിച്ചു, ഇനിയിപ്പോൾ ആനന്ദനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഒടുവിൽ ആനന്ദം കൂടെ കയറിയിരുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ അവരെല്ലാവരും കൂടെ ഓഡിറ്റോറിയത്തിലേക്ക് വരുവാണ്. വന്ന് കഴിയുമ്പോഴത്തേനും നന്ദനാണ് അവരെ പോയി കൂട്ടിക്കൊണ്ട് അകത്തേക്ക് അനയിച്ചുകൊണ്ട് വരുന്നത്. ആ സമയത്ത് ധർമ്മന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അതെ, ഇവിടെയല്ല, ഓഡിറ്റോറിയത്തിൽ അവിടെ കുറെ കസാര ഇട്ടുണ്ടായിരുന്നു, ഇവിടെയല്ല കല്യാണ ചെറുക്കൻ ഇരിക്കുന്നത്, അങ്ങോട്ട് കയറി വരാനും പറഞ്ഞിട്ട് കല്യാണ ചെറുക്കൻ പ്രത്യേക സ്ഥലം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ധർമ്മനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. ആ സമയത്ത് മീനാക്ഷി മിത്രയൊക്കെ നന്ദനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും മിത്രയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വന്നു. ഇത് കാരണം ഗുരുവായൂർ വെച്ച് കണ്ടേ ഒരു നിമിഷം മിത്രയ്ക്ക് എന്തോ സംശയങ്ങളും കാര്യങ്ങളും. അതുപോലെ തന്നെയായിരുന്നു ഗോമതിയുടെ മനസ്സിൽ. ഗോമതി മീനാക്ഷിനെ എങ്ങനെ നോക്കണം, പിന്നീട് ഗോമതി മീനാക്ഷിയോട് കാര്യങ്ങളൊക്കെ പറയണം. അതേ ഒരു അനുഭവം തന്നെയാണ് ആര്യനും ഉണ്ടായിരുന്നത്. കാരണം ആര്യനന്ന് ഗുരുവായൂർ വെച്ച് നന്ദനെ കണ്ടതാണല്ലോ. നല്ല പരിചയം ഉണ്ടല്ലോ, ഇത് നന്ദനല്ലേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. ആ സമയം അവിടെ ഇരുന്ന് ആകാശിനോട് ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആകാശിന് പക്ഷെ അറിയത്തില്ലോ, ആകാശ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമംഗലംകാരൻ ഇങ്ങോട്ട് വരുവാണ്. അങ്ങനെ കൃഷ്ണമംഗലംകാരെല്ലാം കൂടെ അകത്തോട് ഭയങ്കര സന്തോഷത്തോടെ കയറി വരുക. ആ സമയത്ത് രാജശ്രീ അവിടെയൊക്കെ നോക്കി അവിടെയൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ രാജശ്രീ ഇന്ദിരാമ്മയോട് പറഞ്ഞു, കൊള്ളാം, നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കണം. അപ്പോഴേക്കുമാണ് നന്ദൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അപ്പം നന്ദനായിട്ട് വരുന്നത് ഭഗവാൻ കൃഷ്ണനാന്നുള്ള കാര്യം ഈ പറയുന്ന ഗോമതിക്കോ അവർക്ക് ആർക്കും അറിയത്തില്ല. ഗോമതി നോക്കിക്കഴിഞ്ഞപ്പോൾ അന്ന് ഗുരുവായൂർ വെച്ച് കണ്ട അതേ ചെറുപ്പക്കാരൻ തന്നെ ഇവിടെ എങ്ങനെ വന്നു എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, ഈ കല്യാണം നടക്കൂന്നുള്ളേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.